ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നത്തെ നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ബാറ്ററി ചാർജർ. നമ്മുടെ എയിം ടു സെറ്റപ്പ് ആൻഡ് സ്റ്റഡി ദ പെർഫോമൻസ് ഓഫ് ഓട്ടോമാറ്റിക് ബാറ്ററി ചാർജർ. ഒരു ബാറ്ററി ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് ചെയ്യുന്ന അതിനു വേണ്ടിയുള്ള സർക്യൂട്ട് എന്ത് ചെയ്യുക, സെറ്റപ്പ് ചെയ്യുക, അതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് എയിം. നമുക്ക് ആവശ്യമായിരിക്കുന്ന കമ്പോണൻസ് ഒന്ന് SCR, അതായത് സിലിക്കൺ കൺട്രോൾ റെക്ടിഫയർ, ട്രാൻസ്ഫോമർ 0.6 വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമറാണ്. കാരണം നമ്മൾ ചാർജ് ചെയ്യുന്നത് 6 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. റെസിസ്റ്റർ, സർക്യൂട്ടിൽ തന്നിരിക്കുന്ന പ്രകാരമുള്ള റെസിസ്റ്റേഴ്സ് വേണം. ബാറ്ററി, ഡയോഡ്സ്, ജനറൽ ഡയോഡ്, കണക്റ്റിംഗ് വയേഴ്സ്, ബ്രെഡ് ബോർഡ്, ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൾട്ടിമീറ്റർ. അപ്പോൾ അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി എങ്ങനെ ചെയ്യാം എന്നുള്ള പ്രൊസീജിയറാണ് താഴെയുള്ളത്. ചെക്ക് ഓൾ ഗിവൺ കമ്പോണൻറ്റ് യൂസിങ് മൾട്ടിമീറ്റർ. അതിന് ശേഷം എന്ത് ചെയ്യുക, സർക്യൂട്ട് പ്രകാരം ബ്രെഡ് ബോർഡിൽ അസംബിൾ ചെയ്യുക. ബാറ്ററിയുടെ ഇനീഷ്യൽ വോൾട്ടേജ് ചെക്ക് ചെയ്യണം. അവസാനം സർക്യൂട്ട് ചാർജ് ചെയ്തതിന് ശേഷം ബാറ്ററിയുടെ ഫൈനൽ വോൾട്ടേജ് ചെക്ക് ചെയ്യാം. ഇനി അത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് വെരിഫൈ ചെയ്യുക. അപ്പോൾ ഇതാണ് അതിൻ്റെ സർക്യൂട്ട്. ഇവിടെ വേണ്ട കമ്പോണൻസ് എന്ന് പറയുന്നത് D1, D2 2 ഡയോഡ്സ് വേണം. 230 വാർ 606 വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമർ വേണം, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. 2 SCRകൾ വേണം. 6 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. ആ ബാറ്ററിയാണ് ചാർജ് ചെയ്യേണ്ടത്. 10K പോർട്ട് വേണം. ഇതുപോലെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 5.6 വോൾട്ടിൻ്റെ ജനറൽ ഡയോഡാണ്. ഇവിടെ ലോഡായിട്ട് 1K റെസിസ്റ്റർ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ആദ്യം ജനറൽ ഡയോഡിനെ കുറിച്ച് പരിചയപ്പെടാം. ഇതിലെ ചില കമ്പോണൻസ് ഉണ്ട്. ആദ്യം ജനറൽ ഡയോഡ് എന്താണെന്ന് നോക്കാം. It is a silicon semiconductor that permits current flow in either a forward or reverse direction. അതായത് സാധാരണ ഒരു ഓർഡിനറി ഡയോഡിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫോർവേഡിലായിട്ടും റിവേഴ്സിലായിട്ടും കറണ്ടിൻ്റെ ഫ്ലോ അനുവദിക്കുന്ന പ്രത്യേകതരം ഡിസൈൻ ചെയ്തിരിക്കുന്ന ഡയോഡാണ് ജനറൽ ഡയോഡ്. The general diode has a well defined reverse breakdown voltage. അതിന് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഉണ്ടാവും. അത് എത്രയാണ്, അതിൻ്റെ റേറ്റിങ്ങിലായിരിക്കും ഡയോഡ് അറിയപ്പെടുക. അപ്പോൾ അതിൻ്റെ സിമ്പല് 2 രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. ഒന്ന് ഇതാണ്, അല്ലെങ്കിൽ ഈ രൂപത്തിൽ ജനറൽ ഡയോഡിൻ്റെ സിമ്പൽ നമുക്ക് എഴുതാം. ആനോഡ്, കാഥോഡ് 2 ലീഡ്സാണ് അതിനുണ്ടാവുക. ഇനി അതിൻ്റെ ക്യാരിയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇതെന്ന് പറയുമ്പോൾ ഫോർവേഡ് ബയാസിലാണെങ്കിൽ സാധാരണ ഓർഡിനറി ഡയോഡിനെ പോലെ 0.3 അല്ലെങ്കിൽ 0.7 എന്ത് ചെയ്യും, ബ്രേക്ക് ഡൗൺ സംഭവിച്ചിട്ട് റിസൾട്ട് നമുക്ക് ലഭിക്കുന്നു, കണ്ടക്ഷൻ തുടങ്ങുന്നു. ഇനി റിവേഴ്സിലാണെങ്കിൽ അതാണ് ജനറൽ ബ്രേക്ക് ഡൗൺ. എത്രയാണോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആ വാല്യൂ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഫോർവേഡിലും റിവേഴ്സിലും കണ്ടക്ട് ചെയ്യുന്ന ഡയോഡാണ് ജനറൽ ഡയോഡ്. ഇനി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ജനറൽ ഡയോഡിൻ്റെ വാല്യൂസ് 2.4 വോൾട്ട് മുതൽ 200 വോൾട്ട് വരെ അവൈലബിൾ ആണ്. അതായത് ഉദാഹരണമായിട്ട് 2.4, 2.7,
3, 3.3 തുടങ്ങി നമുക്ക് ഒരുപാട് വാല്യൂസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ സർക്യൂട്ടിൽ ഞാൻ ഉപയോഗിക്കുന്നത് 5.6 വോൾട്ടിൻ്റെ ജനറാണ്. ഇനി അടുത്തത് SCR ആണ്. ഇതിൻ്റെ ഫുൾ ഫോം സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ. ഇതിൻ്റെ SCR വർക്കിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, അതൊരു യൂണി ഡയറക്ഷണൽ ഡിവൈസാണ്, ഡയോഡിനെ പോലെ തന്നെ. അതായത് ഒരു ഡയറക്ഷനിൽ അത് കറണ്ടിനെ പാസ് ചെയ്യുള്ളൂ. ഫോർവേഡ് ബയാസിലാണ് എന്ത് ചെയ്യുള്ളൂ, വർക്ക് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് യൂണി ഡയറക്ഷണൽ ഡിവൈസ് എന്ന് പറയുന്നത്. ദാറ്റ് അലോസ് ദ കറണ്ട് വൺ ഡയറക്ഷൻ ആൻഡ് ഓപ്പോസിറ്റ് അനദർ ഡയറക്ഷൻ. അതുപോലെ SCR ഇറ്റ് ഈസ് എ 3 ടെർമിനൽ ഡിവൈസാണ്. ആനോഡ്, കാഥോഡ്, ഗേറ്റ് എന്നൊരു ടെർമിനലും കൂടെ ഉണ്ടാവും. ഇനി SCR എന്ന് പറയുന്നത് ടേൺ ഓൺ ടേൺ ഓഫ് ഈ ഫീച്ചേഴ്സ്, അതാണ് അതിൻ്റെ മെയിൻ പ്രത്യേകത. അപ്പോൾ അത് ബയാസിങ് കണ്ടീഷൻ അനുസരിച്ച് എന്ത് ചെയ്യും, ഇത് സ്വിച്ചിങ് ആവും, ടേൺ ഓൺ ടേൺ ഓഫിലേക്ക് SCR മാറുന്നു. SCR സ്ട്രക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതാണ് SCRൻ്റെ ഫൈനൽ സ്ട്രക്ചർ. ഇവിടെ ആനോഡ്, ഒരു കാഥോഡ്, ഒരു ഗേറ്റ്, PN എന്നുള്ള 4 ലെയർ ഡിവൈസാണത്. അപ്പോൾ അതിന് 3 ജംഗ്ഷൻസാണ് ഉണ്ടാവുക. അതിൻ്റെ ഇക്വലൻ്റ് സർക്യൂട്ട് എന്ന് പറയുന്നത് 2 ട്രാൻസിസ്റ്റേഴ്സ് തമ്മിൽ യോജിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും, അതാണ് അതിൻ്റെ ഇക്വലൻ്റ് സർക്യൂട്ട്. അതായത് ഒരു PNP ട്രാൻസിസ്റ്ററും ഒരു NPN ട്രാൻസിസ്റ്ററും 2 ട്രാൻസിസ്റ്റേഴ്സ് എടുക്കുകയാണ്. അവ തമ്മിൽ ഈ രൂപത്തിൽ എന്ത് ചെയ്യുക, യോജിപ്പിക്കുക. അപ്പോൾ ഒരു P ടെർമിനലിൽ നിന്ന് അതിൻ്റെ ആനോഡും ഫൈനലായിട്ടുള്ള N ടെർമിനലിൽ നിന്ന് അതിൻ്റെ കാഥോഡും എടുക്കുന്നു. ഇനി ഈ N തമ്മിൽ യോജിപ്പിച്ച് ലഭിക്കുന്ന Pയിൽ നിന്ന് അതിൻ്റെ ഗേറ്റും നമ്മൾ എന്ത് ചെയ്യുന്നു, എടുക്കുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ഇക്വലൻ്റ് സർക്യൂട്ട്. അതിൻ്റെ രൂപം അല്ലെങ്കിൽ ഇമേജ് എന്ന് പറയുന്നത് നമ്മുടെ റെഗുലേറ്റർ ICയെ പോലെ ഇരിക്കും. 3 ലെഗാണ് ഉണ്ടാവുക. അതാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ക്യാര എന്നറിയപ്പെടുന്നത് ഇതാണ്. അത് ഫോർവേഡ് ബയാസിൽ VBO അല്ലെങ്കിൽ IGT എന്നുള്ള റേഞ്ച് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് കണ്ടക്ഷൻ തുടങ്ങും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. റിവേഴ്സിലാണെങ്കിൽ ബയാസിങ് വോൾട്ടേജ് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് കണ്ടക്ഷൻ മോഡിലേക്ക് മാറുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ഇത് യൂണിഡയറക്ഷണൽ ഡിവൈസാണ്. പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുക അതിൻ്റെ ഫോർവേഡ് ബയാസിൽ മാത്രമാണ്. അതുകൊണ്ടാണ് അതിനെ യൂണിഡയറക്ഷണൽ ഡിവൈസ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഇമേജാണ്, എങ്ങനെയാണ് അത് കാണാനുണ്ടാവുക SCR എന്നുള്ളതാണ്. ആ രൂപമാണ് കാണിച്ചിരിക്കുന്നത്. SCRന് നമ്പറുണ്ട്, 2P ഫോറം എന്നാണ് ആ നമ്പർ അറിയപ്പെടുന്നത്. നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള 2P ഫോറം എന്ന് ആവശ്യപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു SCR ലഭിക്കുകയുള്ളൂ. ഇനി അതിൻ്റെ ടെർമിനൽസ് എന്ന് പറയുന്നത് കാഥോഡ്, ആനോഡ്, ഗേറ്റ് എന്ന രൂപത്തിലാണ്. KAG എന്നാണ് അതിൻ്റെ ഓർഡർ വരുന്നത്. അപ്പോൾ അതാണ് SCRൻ്റെ രൂപം. ഇനി എന്താണ് SCR ട്രിഗറിങ് എന്നൊരു ടേമുണ്ട്. എന്താണ് ട്രിഗറിങ്?
ട്രിഗറിംഗ് എന്ന് പറയുന്നത് SCR എന്നുള്ള ഓഫ് കണ്ടീഷനിൽ നിന്ന് ഓൺ കണ്ടീഷനിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് ട്രിഗറിംഗ് എന്ന് പറയുന്നത്. ട്രിഗറിംഗ് മീൻസ് ടേണിംഗ് ഓൺ എ ഡിവൈസ് ഫ്രം ഇറ്റ്സ് ഓഫ് സ്റ്റേറ്റ്. അപ്പോൾ അങ്ങനെ ഓൺ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ട്രിഗറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രിഗറിങ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഡിവൈസ് ഓൺ ആവും. ആനോഡ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് വലിയ രീതിയിൽ വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ ഒരുപാട് രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിതിനെ ട്രിഗറിങ്ങിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഒരുപാട് മെത്തേഡുകളുണ്ട്. ആദ്യത്തെ മെത്തേഡാണ് ഫോർവേഡ് വോൾട്ടേജ് ട്രിഗറിങ്. ബയാസിങ് കൊടുത്തിട്ട് ട്രിഗറിങ് ചെയ്യുന്ന മെത്തേഡ്. ടെമ്പറേച്ചർ ട്രിഗറിങ്, ലൈറ്റ് ട്രിഗറിങ്, ഗേറ്റ് ട്രിഗറിങ്. ഇതിൽ ഏറ്റവും കോമൺ ആയി ഉപയോഗിക്കുന്ന രണ്ട് മെത്തേഡുകൾ എന്ന് പറയുന്നത് ഒന്ന് ഫോർവേഡ് വോൾട്ടേജ് ട്രിഗറിങ്ങും ഗേറ്റ് ട്രിഗറിങ്ങും ആണ്. ആ ഗേറ്റ് ട്രിഗറിങ് ആണ് നമ്മുടെ ഈ വർക്കിൽ നാം ഉപയോഗിച്ചിരിക്കുന്നത്. ഗേറ്റ് ട്രിഗറിങ് ഇതാണ് നമ്മുടെ ഓട്ടോമാറ്റിക് ബാറ്ററി ചാർജറിൻ്റെ സർക്യൂട്ട്. അപ്പോൾ ഇവിടെ ആദ്യം ഒരു സെൻട്രൽ സ്റ്റെപ്പ് ട്രാൻസ്ഫോമർ ഉണ്ട്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ 230/606 വോൾട്ടിൻ്റെ സെൻട്രൽ ടാപ്ഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉണ്ട്. നാം ആദ്യം 230 വോൾട്ട് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഡയോഡ് ഉണ്ട്, D1 ആൻഡ് D2. അപ്പോൾ ഈ ട്രാൻസ്ഫോമറും ഡയോഡും ഒരു സെൻട്രൽ ടാപ്ഡ് റെക്ടിഫയറുടെ രൂപത്തിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഇവിടെ ഇതിന് അക്രോസ് വരുന്ന വോൾട്ട് എന്ന് പറയുന്നത് 6 വോൾട്ട് DC ആയിരിക്കും. അപ്പോൾ ഈ വോൾട്ട് DC എന്ന് പറയപ്പെടുന്നത് ഒരിക്കലും പ്യുവർ DC അല്ല. അത് റെക്ടിഫൈ ചെയ്തിരിക്കുന്ന എന്നാൽ ഫിൽട്ടർ ചെയ്യാത്ത പൾസേറ്റിംഗ് DC ആയിരിക്കും. അപ്പോൾ ആ വോൾട്ടേജാണ് അതിന് അക്രോസ് ലഭിക്കുക. ഇനി അടുത്തതായിട്ട് ഇവിടെ ഒരു SCR കൊടുത്തിട്ടുണ്ട്. SCR വർക്ക് ചെയ്യണമെങ്കിൽ അതെന്ത് ചെയ്യണം? ട്രിഗറിങ് നടത്തണം. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ 3-4 മെത്തേഡുകളിൽ നിന്ന് ഇവിടെ ഗേറ്റ് ട്രിഗറിങ് എന്ന മെത്തേഡാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ആനോഡും കാഥോഡും ഒരേ ടെർമിനലിൽ ഘടിപ്പിച്ചിരിക്കുന്നു, ഒരേ പോയിന്റിൽ ഘടിപ്പിച്ചിരിക്കുന്നു. സപ്ലൈ ഡയറക്റ്റ് വരുന്ന അങ്ങോട്ട് ഗേറ്റിലേക്ക് ട്രിഗറിങ് കൊടുത്തിട്ട് ഈ SCRനെ ഓൺ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ ഈ SCR ഓണാണ്. സപ്ലൈ ഇതുവഴി എന്ത് ചെയ്യണം? സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നു. ബാറ്ററിയിലേക്ക് ചാർജ് ലഭിക്കുന്നുണ്ട്. 6 വോൾട്ട് ബാറ്ററിയാണ്. അത് ചാർജിങ് തുടങ്ങും. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഈ ബാറ്ററി ഇനീഷ്യലായിട്ട് എത്ര വോൾട്ടേജ് ആണോ അതിന് ശേഷം ചാർജിങ് തുടങ്ങിക്കഴിഞ്ഞാൽ ആ വോൾട്ടേജ് ഇവിടെ ഈ പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ച് ഒരു ജനറലിലേക്ക് ബൈപ്പാസ് ചെയ്യുന്നുണ്ട്, ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചിരിക്കുന്നത് വോൾട്ടേജ് ഡിവൈഡർ ആയിട്ടാണ്. അപ്പോൾ ഞാൻ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലഭിക്കുന്ന മാക്സിമം വോൾട്ടേജ് ഈ ജനറലിലേക്ക് എത്തുന്ന രീതിയിലായിരിക്കും അത് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അങ്ങനെ ആവുമ്പോൾ ഇവിടെ എത്ര വോൾട്ടാണ് ആ വോൾട്ട് ഈ ജനറിന് അക്രോസ് ലഭിക്കുകയാണ്. ജനറ് റിവേഴ്സ് ഡയറക്ഷനിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്.
5.6 വോൾട്ടിൻ്റെ സെനറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 5.6ൻ്റെ സെനർ ഉപയോഗിക്കാൻ കാരണം നമ്മുടെ ബാറ്ററി 6 വോൾട്ടാണ്. അപ്പോൾ സെനറിൽ അവൈലബിൾ ആയിട്ടുള്ളത് ആ 6നോട് അടുത്ത വാല്യൂ എന്ന് അറിയുന്നത് ഒന്ന് 5.6 അല്ലെങ്കിൽ 6.2 ആണ്. അപ്പോൾ 6.2 എന്ന് പറയപ്പെടുന്നത് 6നേക്കാൾ കൂടുതലായതുകൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക് എന്ന കണ്ടീഷൻ ഇവിടെ ലഭിക്കില്ല. അത് തുടർന്ന് പറയുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ടാണ് ഇവിടെ 5.6 ആയിട്ടുള്ള സെനർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബാറ്ററിയിൽ മാക്സിമം 5.6 വോൾട്ട് എത്തിക്കഴിഞ്ഞാൽ അത് സെനറിലേക്ക് ബൈപ്പാസ് ചെയ്ത് അവിടെ എത്തുന്നു. സെനർ എന്ത് ചെയ്യുന്നു? ഓണാവുന്നു. സെനർ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ സംഭവിച്ചിട്ട് റിവേഴ്സ് ഡയറക്ഷനിൽ ബ്രേക്ക് ഡൗൺ സംഭവിച്ചിട്ട് അല്ലെങ്കിൽ ജനറൽ ബ്രേക്ക് ഡൗൺ സംഭവിച്ചിട്ട് രണ്ടാമത്തെ SCRൻ്റെ ഗേറ്റിലേക്ക് സപ്ലൈ ലഭിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ SCRൻ്റെ ഗേറ്റിലേക്ക് സപ്ലൈ ലഭിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ SCR ഓൺ ആവുന്നു. അപ്പോൾ ആദ്യത്തെ കണ്ടീഷനിൽ ഇതുവഴിയാണ് സപ്ലൈ കംപ്ലീറ്റ് ആയിരുന്നത്. ഇവിടെ ഇതുവഴി സപ്ലൈ കംപ്ലീറ്റ് ആവില്ല, സർക്യൂട്ട് കംപ്ലീറ്റ് ആവില്ല. കാരണം ഇവിടെ ഗേറ്റിലേക്ക് ട്രിഗറിങ് നടന്നിട്ടില്ല, ഗേറ്റ് ഓൺ അല്ല. അപ്പോൾ ഇവിടെ ഓപ്പൺ പാത്താണ്. അതുകൊണ്ട് തന്നെ ഇതിലെ കറണ്ടിൻ്റെ പാസിങ് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗേറ്റിലേക്ക് സപ്ലൈ കിട്ടിയത് പ്രകാരം, അതായത് ഇവിടെ 5.6 വോൾട്ട് ആയപ്പോൾ അത് ഈ പൊട്ടൻഷ്യോമീറ്റർ വഴി ജനറിലേക്ക് എത്തി. അങ്ങനെ ജനർ ബ്രേക്ക് ഡൗൺ സംഭവിച്ചു. ഗേറ്റിലേക്ക് സപ്ലൈ കിട്ടി. അവിടെ ഗേറ്റ് ട്രിഗറിങ് നടന്നു. SCR രണ്ടാമത്തെ SCR ഓണായി. ഓണായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കറണ്ടിന് 2 പാത്ത് ഉണ്ടാവും, കറണ്ട് പാസ് ചെയ്യാനുള്ള. അപ്പോൾ ആദ്യം നടന്നിരുന്നത് ഇതുവഴിയായിരുന്നു. ഇപ്പോൾ ഒരു പാത്തും കൂടെ എന്തായി? ക്രിയേറ്റ് ആയി. കാരണം ഇവിടെ ഗേറ്റിലേക്ക് സപ്ലൈ കിട്ടിയതിന് ശേഷം ട്രിഗറിങ് നടന്ന് രണ്ടാമത്തെ SCR ഓണായി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഏറ്റവും എളുപ്പമുള്ള പാത്ത് ഏതാണോ അല്ലെങ്കിൽ ഏറ്റവും റെസിസ്റ്റൻസ് കുറഞ്ഞ പാത്ത് ഏതാണോ അതാണ് കറണ്ട് തിരഞ്ഞെടുക്കുക പാസ് ചെയ്യാൻ. അങ്ങനെ ആകുമ്പോൾ ഇതിന് അക്രോസ് ഒരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെ അപേക്ഷിച്ച് ഈ പാത്തിലായിരിക്കും റെസിസ്റ്റൻസ് കുറവ്. ഇവിടെ 1Kൻ്റെ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ പോലും ഈ ബാറ്ററിയുടെ കടന്നു പോകുന്നതായിട്ട് ഏറ്റവും എളുപ്പത്തിൽ കടന്നു പോകാൻ പറ്റുക ഈ പാത്തിലൂടെ തന്നെയാണ്. അതുകൊണ്ട് കറണ്ട് അതിലൂടെ കടന്നു പോകുന്നു. ഇവിടെ ബാറ്ററി ചാർജിങ് ആവുന്ന സ്ഥിതി മാറുന്നു. രണ്ടാമത്തെ SCR ഓൺ ആയതോടുകൂടി ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നു. ബാറ്ററിയിലേക്കുള്ള പാത്ത് അവിടെ അടയുന്നു. ഇനി എപ്പോഴാണോ 5.6 എന്നുള്ളതിൽ നിന്ന് ബാറ്ററി പുറകോട്ട് പോകുന്നത് അല്ലെങ്കിൽ ചാർജിങ് കഴിയുന്നത്, വീണ്ടും എന്ത് ചെയ്യുന്നു? ഈ ഭാഗം ഓഫ് കണ്ടീഷനിൽ വരുന്നു. അതായത് ഈ SCR2 സ്വിച്ച് ഓഫ് ആവുന്നു. വീണ്ടും SCR1 ഓണായിട്ട് വീണ്ടും ബാറ്ററി ചാർജ് ആവുന്നു. അതാണ് ഓട്ടോമാറ്റിക് ബാറ്ററി ചാർജറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കേണ്ടത് ജനർ എത്ര വോൾട്ടാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ബാറ്ററിയുടെ ചാർജിങ് തീരുമാനിക്കുക. കാരണം ഇവിടെ 5.6 വോൾട്ടിൻ്റെ ജനർ ഉപയോഗിച്ചത് കൊണ്ട് ബാറ്ററി മാക്സിമം 5.6ലേക്കാണ് ചാർജ് ആവുക. അതിനുശേഷം എന്ത് ചെയ്യും? SCR1 ഓഫ് കണ്ടീഷനിൽ വന്നിട്ട് SCR2 ഓൺ കണ്ടീഷനിലാണ്. SCR2യിലൂടെ കറണ്ട് പാസ് ചെയ്യും. ഇൻ കേസ് ഒരാൾ ഈ ജനറിന് പകരം അവൈലബിൾ ആയിട്ടുള്ള വാല്യൂസ് ഉണ്ടല്ലോ, ഉദാഹരണം ഒരു 4 വോൾട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ 4 വോൾട്ടിൻ്റെ ജനറ വെക്കുക എന്നുണ്ടെങ്കിൽ ഈ ബാറ്ററി 4 വോൾട്ടിലേക്ക് ചാർജ് ആവുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ചാർജിങ് സ്റ്റോപ്പ് ആവുന്ന രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുക.
പ്രധാനമായിട്ട് 2 FCRൻ്റെ സ്വിച്ചിങ്ങും അതുപോലെ എത്ര വോൾട്ടേജിലാണ് സ്വിച്ചിങ് നടത്തേണ്ടതെന്ന് സെനറാണ് ഇവിടെ തീരുമാനിക്കുക. അപ്പോൾ ബാറ്ററിക്ക് അനുസൃതമായിട്ടുള്ള സെനറാണ് നാം തിരഞ്ഞെടുക്കുക. അപ്പോൾ അതാണ് ഈ ബാറ്ററി ചാർജറിൻ്റെ വർക്കിംഗ്. ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ബാറ്ററി ഒന്ന് എന്ത് ചെയ്യണം, അതിൻ്റെ വോൾട്ടേജ്, ഇനീഷ്യൽ വോൾട്ടേജ് ചെക്ക് ചെയ്യണം. ആ ഇനീഷ്യൽ വോൾട്ടേജ് നമ്മൾ അവിടെ എഴുതി വെക്കേണ്ടതുണ്ട്. ഇനി സർക്യൂട്ടിൽ നാം കണക്ട് ചെയ്തതിന് ശേഷം കുറച്ച് സമയങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യുക, ബാറ്ററി സർക്യൂട്ടിൽ നിന്ന് എടുത്തിട്ട് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. അല്ലാത്ത പക്ഷം ഇവിടെ നിരന്തരം 6 വോൾട്ട് വന്നുകൊണ്ടേ നിൽക്കുകയാണ്. അപ്പോൾ സർക്യൂട്ട് ഓഫാക്കാതെ ചെയ്തു കഴിഞ്ഞാൽ ആ സപ്ലൈ, അതിൻ്റെ അളവ് നമുക്ക് ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ സർക്യൂട്ടിൽ നിന്ന് റിമൂവ് ചെയ്തതിന് ശേഷം, റിമൂവ് ചെയ്യാൻ കാരണം, റിമൂവ് ചെയ്തില്ലെങ്കിൽ ബാറ്ററിക്ക് അക്രോസ് ഇവിടെ റെസിസ്റ്റേഴ്സും അതുപോലെ ബാക്കിയുള്ള കമ്പോണൻസൊക്കെ വരുന്നതുകൊണ്ട് അവിടെ ഒരു ഡ്രോപ്പ് കാണിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടി റിമൂവ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. അതാണ് അതിൻ്റെ ഫൈനൽ വോൾട്ടേജ്. അപ്പോൾ എങ്ങനെയാണ് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുക എന്ന് വെച്ചാൽ, ഇവിടെ 5.6 വോൾട്ട് വരെ എന്താവുള്ളൂ, ചാർജിങ് ആവുള്ളൂ. അത് എത്ര വോൾട്ടാണോ വെച്ചത് അതനുസരിച്ച് ചാർജിങ് ആവും. ഇനി 4 വോൾട്ടിൻ്റെ സെനർ വെക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ബാറ്ററി ചാർജ്, അതിന് ശേഷം എന്ത് ചെയ്യും, ചാർജിങ് സംഭവിക്കില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഓട്ടോമാറ്റിക് എന്ന രൂപത്തിൽ വരുന്നത്. എത്ര വോൾട്ടിലാണോ ആ വോൾട്ടിന് ശേഷം ചാർജിങ് ആവാൻ പാടില്ല. നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാകാൻ കഴിയും. അതുപോലെ സർക്യൂട്ടിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ 4 വോൾട്ടിന് ശേഷം ഇതുവഴി സപ്ലൈ ഉണ്ടാകാൻ പാടില്ല. അതിന് പകരം, അല്ലെങ്കിൽ 5.6 വോൾട്ടിന് ശേഷം ഇതുവഴി സപ്ലൈ ഉണ്ടാകാൻ പാടില്ല. അതിന് പകരം ഈ രീതിയിലാണ്, ഇതിന് അക്രോസാണ് നമുക്ക് ആ വോൾട്ടേജ് ലഭിക്കേണ്ടത്. ബാറ്ററിക്ക് അക്രോസ് ആ സമയത്ത് വോൾട്ടേജ് ലഭിക്കാനും പാടില്ല. അപ്പോൾ അതാണ് ഓട്ടോമാറ്റിക് ബാറ്ററി ചാർജർ.